ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ പരിപാടി നല്ല അടിപൊളി കുറച്ച് മധുരക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മധുരക്കിഴങ്ങിനെ ഒന്ന് ആവിയിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മുടെ മധുരക്കിഴങ്ങ് നന്നായിട്ട് നമ്മൾ കഴുകിയതിന് ശേഷം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാകുന്നത് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി പാത്രം സെറ്റ് ചെയ്ത് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു തട്ടും വെച്ചതിൻ്റെ പുറത്താണ് കേട്ടോ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അതിനെ മുറിച്ച് വയ്ക്കുന്നത്. അതിനുശേഷം കുറച്ച് ഉപ്പ് നമ്മളതിൻ്റെ പുറത്തുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ അതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് ഉപ്പ് നമ്മൾ പുറമേ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കടുത്ത് അടുപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇഡ്ഡലി പാത്രമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടപ്പൊന്ന് അടയ്ക്കാം. അതിനുശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് സെറ്റ് ചെയ്യാം. നമ്മൾ തീയൊക്കെ നന്നായിട്ട് കത്തിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഞങ്ങളിവിടെ മാക്സിമം എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്, അതായത് കുക്കിംഗ് ഉപയോഗിക്കുന്നത് വിറകടുപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഐറ്റം നന്നായിട്ട് വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളിതേ അടപ്പൊക്കെ തുറന്നതിന് ശേഷം ഞങ്ങളതിൽ ഒരു പപ്പടം കുത്തിയുണ്ട് കേട്ടോ. അത് വെച്ചൊന്ന് ഇങ്ങനെ കുത്തി നോക്കുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ താഴ്ന്നു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഐറ്റം വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മധുരക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കഴിക്കാം. അപ്പോൾ നമ്മുടെ അച്ചാറുണ്ട്, പിന്നെ ചമ്മന്തിയുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്കിത് നന്നായിട്ട് കഴിക്കാം. നല്ല മധുരമാണ്. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ആദ്യമേ ഫസ്റ്റ് ഇത് വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ മധുരക്കിഴങ്ങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതായത് ഞങ്ങൾക്കിപ്പോൾ ഉള്ള കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നമുക്കിവിടെ കാച്ചിൽ, കൂവ, ചേമ്പ് ഇങ്ങനെയുള്ള എല്ലാ ഐറ്റവും നമുക്കിവിടെ കിട്ടും കേട്ടോ. ഇപ്പോൾ അതിൻ്റെ സീസൺ എന്ന് വേണം പറയാൻ. അപ്പോൾ നമ്മളിതിന് മുൻപ് കാച്ചിലേക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ വർഷം ഇതുപോലെ നമ്മൾ എല്ലാ ഐറ്റത്തിൻ്റെയും വീഡിയോകൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മച്ചാൻ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതെല്ലാം കയറി കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മച്ചാൻ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ കാണാം. അതുവരെ ബൈ.